നമുക്ക് എമ്പുരാൻ കാണാൻ പോയാലോ? അപ്പം ഞാനും ഇക്കായും കുഞ്ഞുമോളും കൂടി 11:45 ഷോയ്ക്കാണ് കേട്ടോ പോകുന്നത്. സിനിമയ്ക്ക് പോകുന്നതിന് വലിയ ആവേശത്തിലാണ് കേട്ടോ കുഞ്ഞുമോൾ. ആൾക്ക് സിനിമ എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളെപ്പോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാ മഴയുണ്ടായിരുന്നു. മഴ കാരണം പോക്ക് നടക്കുമെന്ന് തന്നെ സംശയത്തിലായിരുന്നു. പക്ഷെ കറക്റ്റ് സമയമായപ്പോഴത്തേനും മഴയൊക്കെ തോർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സെറ്ററൊക്കെ ഇട്ട് പോകുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചത് മിഡ് നൈറ്റ് ആയതുകൊണ്ട് മഴ ആയതുകൊണ്ട് ഇന്ന് വലിയ തിരക്കുണ്ടാവില്ല എന്നാണ് കേട്ടോ. പക്ഷെ 8:30-ക്കൊക്കെയുള്ള ഷോയ്ക്ക് ഞങ്ങൾ കുറേ ബുക്ക് ചെയ്യാൻ നോക്കി. പക്ഷെ സീറ്റ് ഫുള്ളായിരുന്നു. പക്ഷെ അതാ 11:45 ഷോയാണ് നമുക്ക് കാണാൻ പറ്റിയത് കേട്ടോ. അപ്പം ഞങ്ങൾ അത് തന്നെ ബുക്ക് ചെയ്തു. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ കഴിഞ്ഞ് ഇറങ്ങുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല. പാതിരാത്രി ആണെങ്കിലും ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ സിനിമ തുടങ്ങി. നമ്മൾ കയറുവാണ്ട സിനിമയ്ക്ക്. തിയേറ്റർ ഫുള്ളായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ തുടക്കം മുതൽ അവസാനം വരെ എനിക്ക് സിനിമ അടിപൊളിയായിട്ടാണ് തോന്നിയത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആട്ടോ പോയി കണ്ടത്. നമ്മൾ പോയി 2ാമത്തെ ദിവസമാണ് സിനിമ കട്ട് ചെയ്ത് റിലീസ് ചെയ്തിട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പോപ്കോൺ വാങ്ങാൻ വേണ്ടിയിട്ട് ഇൻ്റർവെൽ ടൈമിൽ ഇറങ്ങിയതാണ്. പോപ്കോണും ചായയൊക്കെ മേടിച്ചില്ലെങ്കിൽ കുഞ്ഞുമോൾ നമ്മളെ ഇരുത്തത്തില്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം എന്നാൽ നമ്മൾ അങ്ങനെ സിനിമയ്ക്ക് കയറി. അടിപൊളി സിനിമയായിരുന്നു. ഞാനപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാത്തവർ എന്തായാലും ലൈക്ക് ചെയ്യണേ. അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടിപൊളി സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ലൈക്ക്